കൊച്ചാപ്പി, നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇല്ല നാട്ടുകാരെ, നമ്മുടെ സുഹൃത്തും, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല, കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന്റെ ഉറ്റ സുഹൃത്താണെന്ന് മാത്രമല്ല, ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ്. നമ്മുടെ കുഞ്ഞച്ചൻ പല മാന്യന്മാരും സമുദായ സ്നേഹികളും മഹാത്മാഗാന്ധി മുതൽ AK ഗോപാലൻ വരെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ്. അതുപോലെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ നാഗാലാൻഡിന്റെയും മധ്യപ്രദേശിന്റെയും ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോഫെ പോസെ പ്രകാരം നമ്മുടെ കുഞ്ഞച്ചൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴാണ് ശ്രീ ജോഷി ന്യൂഡൽഹി എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തത്. അക്കാലം മുതലുള്ള അവരുടെ ഗാഠവും സുദൃഢവും അഗാധവും ദീർഘവുമായ ബന്ധത്തിന്റെ പുറത്താണ് ജോഷി മോഹൻലാലിനെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചത്. ഇനി അഥവാ ജോഷി വിട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെ കുഞ്ഞുസി ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പോരാതിരിക്കാൻ പറ്റും ചേട്ടാ എന്നാണ് മോഹൻലാൽ ചോദിച്ചത്. മോഹൻലാൽ വന്നാൽ ഉടനെ നാട മുറിച്ച ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ, ചിത്രം, 20-ാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം മോഹൻലാൽ ഇറങ്ങട്ടെ. ഉറങ്ങായിരിക്കും. അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇറങ്ങാത്തത്. ദേവീത് നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കണം. ഇറങ്ങാനുള്ള സൗകര്യം മാറിയില്ലേ? ഒന്നങ്ങോട്ട് മാറാം. അതെ, ജനങ്ങൾ മാറി നിന്നു. ഇനി മോഹൻലാലിന് ഇറങ്ങാം. ചതി ചതി ചതി. ആര്? സംവിധായകൻ ജോഷിയല്ല ചതിച്ചാശാനെ. കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്റെ ആചാരം എന്നോട് പറയുമായിരുന്നു. ആചാനെ, തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ജയിൽ പുള്ളികളെ നടുവിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വേർത്ത് കുളിച്ചു നിന്ന ജോഷിയെ ഞാനാണ് മനസ്സിന് ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടുനടന്ന് കാണിച്ച് ഷൂട്ട് ചെയ്തത്. ആ ജോഷിയാണ് ആചാരം എന്നോട് ചെയ്തത്. ആചാരാണെ തയ്ക്കോ? അത് ഞാൻ ചോദിച്ചോളാം. നാട്ടുകാരെ മുമ്പിൽ മോഹൻലാലിനെ കൊണ്ടുവരാൻ വെച്ചിട്ട് കോട്ടയം കുഞ്ഞച്ചൻ നാട്ടുകാരെ പറ്റിക്കുകയല്ല. അതിന് ജോഷിയെല്ലാം ആര് വിചാരിച്ചാലും നടക്കുകയില്ല. മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ രജനികാന്ത്, കമലഹാസൻ, ശങ്കരാടി ആയിരിക്കും, ചിലപ്പോ തിക്കുറിശിയായിരിക്കും. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. മലയാള സിനിമയുടെ അഭിമാന ഭാജനവും കോളേജ് കുമാരികളുടെ സ്വപ്നകാമുകനും മലയാള ചലച്ചിത്രവേദി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപരി ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പച്ചക്കുളം വാസു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോഹൻലാലിനെക്കാളും രജനീകാന്തിനെക്കാളും അമിതാഭ് ബച്ചൻ ചേട്ടനെക്കാളും ഒക്കെ തേക്കുള്ളവനാണ് ഞാനെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഞാൻ ഇന്നലെ PG വിശ്വനാഥന്റെ സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെത്തി വന്നു പറഞ്ഞു, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവണ ചടങ്ങ് നടത്തേക്കാം. വന്ന കത്തിരോട് വലിയ കത്രയും നേരത്തെ സ്നേഹാർദ്രനായി ഞാൻ പോന്നുള്ളി നിൻ മുന്നിൽ വന്നു. ഈ നീലരാവിൽ സ്നേഹാർദ്രനായി ഞാൻ പോന്നുള്ളി നിൻ മുന്നിൽ വന്നു. മണവാട്ടിയായി നീ മലർമാല ചാർത്തി തേൻ മോഹങ്ങളായി ചിരിമൂടി ഒളി വീശി നിന്നു.
അമ്മച്ചി ഇവിടെ ഇല്ല. ഏലിയമ്മ ചേട്ടത്തി എവിടെ പോയി? അപ്പച്ചനും അമ്മച്ചിയും കൂടെ പറമ്പില്ല. സൂസി കുഞ്ഞോ? സൂസി കോളേജിൽ പോയി. ഞാൻ ഇന്നലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് രാത്രി കിടന്ന് ചില നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങിയപ്പോ അങ്ങ് ലേറ്റായി പോയി. അതാ എഴുന്നേക്കാൻ താമസിച്ചത്. മോളിക്കുട്ടി ഇന്നലെ ഉറങ്ങിക്കാണത്തില്ല ഇല്ലയോ? ഞാൻ നല്ല അസലായിട്ട് ഉറങ്ങി. ഒത്തിരി നാളുകൂടി മനസമാധാനായിട്ടൊന്ന് ഉറങ്ങിയത് ഇന്നലെയാ. അതെ, ഇനിയിപ്പോ ഒരു മനസമാധാനക്കേടിന്റെ ആവശ്യമില്ലല്ലോ. ജീവിതം എന്ന് പറയുമ്പോ നമുക്കൊരു വിവാഹ ജീവിതവും മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ പുരുഷൻ കണ്ടെത്തുക, അങ്ങനെ വരുമ്പോ പുരുഷന് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് വരും. പക്ഷെ ഇഷ്ടപ്പെട്ട പുരുഷനെ കണ്ടെത്തിയ സ്ത്രീ മനസമാധാനത്തോടെ കിടന്നുറങ്ങും. അതാ എന്റെ ഒരു സൈക്കോളജി. എന്റെ കൂടെ ജയിലിൽ ഒരു സൈക്കോളജി പ്രൊഫസർ ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞതായിരുന്നു. അയ്യോ, സമയം അങ്ങ് പോയി. ഇനിയിപ്പോ ജംഗ്ഷനിൽ ചെന്ന് കാപ്പി കുടിച്ചിട്ട് വരാം. കാപ്പി എന്നെ തിരുപ്പുണ്ടോ മോളിക്കുട്ടി? ഉണ്ടായിരുന്നു, തീർന്നുപോയി. കട്ടൻ കാപ്പി ആയാലും മതി. ഇല്ല. തീപ്പെട്ടിയില്ല. ടീ ഉണ്ടോ മോളിക്കുട്ടി? വീടിക്ക് ഇവിടെ ഒന്നുമില്ല. അതെന്താ മോളിക്കുട്ടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇന്നലെ ആ പാട് മുഴുവൻ കഴിച്ചത്. എന്നെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അപ്പച്ചനും അമ്മച്ചിക്കും പോയിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവർ അറിഞ്ഞു വരുമ്പോഴെങ്കിലും പറയണം. അല്ലെങ്കിൽ മിക്കായല ചേട്ടൻ എന്നോട് സംശയം തോന്നും. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? അല്ല, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധമേ. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ തമ്മിൽ എന്തുവാ ബന്ധം? ചുമ്മാ കളിതമാശ പറയാതെ മോളിക്കുട്ടി. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ മനുഷ്യ? മോളിക്കുട്ടി താൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അല്ല, ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു പോവാ. മോളിക്കുട്ടി നീ എന്റെ മോളിക്കുട്ടി നീ എന്തായി കാണിക്കുന്നേ? അയ്യോ നാട്ടുകാരെ, ഓടി വായോ. ഒരു ചട്ടന്റെ കല്യാണ പ്രായം തെളിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിനെ ബലാത്കാരം ചെയ്യുന്നേ. എന്റെ നാട്ടുകാരെ ഓടി വരുന്നേ, എല്ലാവരും വരുന്നേ. എന്റെ പൊന്ന നാട്ടുകാരെ വരുന്നേ. പ്രിൻസിപ്പളെ ഉപ്പുണ്ടോ? അല്ല, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പുതിയ വല്ല പ്രശ്നവും ഒന്നുമില്ലല്ലോ. നമ്മളെല്ലാം സോൾവ് ചെയ്തല്ലോ. ഈ ഒരു പരുവത്തി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നതിൽ യാതൊരു കാര്യമില്ല. അടിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇനിയും നമ്മൾ തമ്മിൽ തല്ലി വേറൊരുത്തം മുതലെടുക്കാനാണ് വരുന്നത്. അല്ല, ഈ പ്രശ്നം എന്തുവാ? ഒരാലോചനയും കൊണ്ട് വന്നതാ. ആ, കല്യാണാലോചന. ഞങ്ങൾക്ക് ആയുള്ളൊരു പുന്നാര പെങ്ങടെ പുന്നാര മോളാ. ആ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നറിയാം. പെണ്ണിപ്പ പറയുന്നത് അവക്ക് ഇഷ്ടമാണെന്നാ. കുഞ്ഞറ്റൻ ചേട്ടന് പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നും ഇല്ലെങ്കിൽ ഈ വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച നമുക്ക് ഇവിടുത്തെ പള്ളിയിൽ വെച്ചാവാം. കാര്യം നമ്മളൊക്കെ ചട്ടമ്പികളാണെങ്കിലും നമ്മുടെ പെങ്ങന്മാരെയും മക്കളെയും ചട്ടമ്പികളെ കൊണ്ട് കെട്ടിക്കാൻ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമായി. അതിന്റെ കാര്യം എന്നാ? എന്നതാ കാര്യം? ആ, അങ്ങനെ ചോദിക്കൂ കുഞ്ഞച്ചാ. കോരച്ചായം പോയില്ലേ? പ്രായം കൊണ്ടൊക്കെയില്ലെങ്കിലും ഏതാണ്ട് കയ്യിലിരിപ്പ് കൊണ്ടും പ്രവൃത്തി ഗുണം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും കുഞ്ഞച്ചൻ കോരച്ചായനെ കട്ട നിൽക്കും. അപ്പൊ പിന്നെ കുഞ്ഞച്ചനും കൂടി ഇങ്ങോട്ട് ചേർന്നാൽ പഴയ പോലെ 5 പേരുടെ ഒരു കോറം. ആ, അത് കൊള്ളാം. ആ, അത് ഞാൻ സമ്മതിക്കില്ല.